ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ നേരെ കണ്ണവം പോവാണ്. ഇന്നത്തെ പ്രത്യേകത എന്താ? ലാസ്റ്റ് റൗണ്ട് ഓഫ് വിരുന്ന് സീരീസിന്റെ അവസാന പാർട്ടായിരിക്കും ഇത്. ഇതോടുകൂടി നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇതൊന്ന് പോസ് ചെയ്ത് വെക്കുന്ന, കാരണം വേറെ വിരുന്ന് ഇതുവരെ വന്നിട്ടില്ല. ഇത് എപ്പോഴും നമ്മൾ സൺഡേ വിരുന്നോളികളായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇപ്പം പോകുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ അറിയാം? രാജമൗലി പോലും കണ്ടുപിടിച്ച് വന്നിട്ടുള്ള ഒരു സ്ഥലമാണത്. കണ്ണവം വനത്തിനുള്ളിലാണ് എൻ്റെ ഒരു മാമന്റെ വീട് വരുന്നത്. കറക്റ്റ് വനത്തിനുള്ളിലല്ല, തൊടിക്കളം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്, അവിടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം. നമുക്കതെല്ലാം പോകുന്ന വഴിക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പം എന്തായാലും നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. അതിന് പുറമെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. അവര് ബസ്സിൽ വന്നോളെന്ന് പറഞ്ഞു. ബൈക്കിൽ എന്തായാലും രണ്ടാക്കലേ പോകാൻ പറ്റും, അതുകൊണ്ട് പറ്റൂലല്ലോ. അതുകൊണ്ട് അവരെന്തായാലും വഴിയെ അവിടെ എത്തിക്കോളും. നമ്മളെന്തായാലും വേഗം ഇറങ്ങട്ടെ. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളങ്ങനെ ഫൈനലി ഇവിടെ എത്തിക്കേട്ടാ. ഇവിടുത്തെ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. കണ്ടോ, ചുറ്റിലും റബ്ബർക്കാട്, അതിന് നടുവിൽ ഒരു വീട്. ഇവിടെ കയറി പറ്റി. അങ്ങനെ ഇല്ലല്ലോ. പിന്നെ വരുന്ന വഴിക്ക് ചെറുങ്ങനെ മഴ പാറിയണേ. ഈ മഴ പെയ്യുമ്പം ഒന്നിക്കല് പെട്ടെന്ന് പെയ്യാ, അല്ലെങ്കിൽ പെയ്യാതിരിക്കാം. ഇതൊന്നും ഇല്ലല്ലേ. ഇതാണ് നന്ദുവിന്റെ അമ്മമ്മ. എന്തായാലും അകത്ത് കയറട്ടെ ഗൈസ്. പിന്നെ കുട്ടികളെ കെട്ടിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിനെയും വേണ്ടല്ലേ. അതിനൊക്കെ വേണ്ടിട്ട് പോസ്റ്റലൊക്കെ ചവിട്ട് വെച്ചോ. ചിരിക്കണേ. ആ അയ്യോ, കണ്ണു പൊത്തി. കണ്ണു പറഞ്ഞു. അങ്ങനെ വരാനൊന്നും ആയിട്ടില്ല. ചിലപ്പോ ഇങ്ങനെ കാണിക്കട്ടെ. നമ്മളെ കുറച്ച് റിലേറ്റീവ്സും കൂടി ഇവിടെ വരാനുണ്ട്. അതായത് ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും ഇപ്പൊ ഇവിടെ എത്തണം. അതുപോലെ തന്നെ അന്ന് നമ്മള് പോയിട്ടില്ല ഒരു വീട്ടില്, അവിടുത്തെ എല്ലാരും ഇനിയിപ്പോ ഇങ്ങോട്ട് എത്തും. പിന്നെ ഗോപി, ഇവരെല്ലാരും ഇന്ന് ഇവിടെ തന്നെയാണ് കൂടുന്നത്. ഈ സ്ഥലത്ത് വന്നിട്ട് നമ്മളെ സ്ഥലം ഒന്ന് ചുറ്റി കാണിച്ചാടാ. ഇത് ശിവന്റെ ക്ഷേത്രത്തിലെല്ലാം പോവും. ടൈമായിട്ടില്ല, എല്ലാരും വരട്ടെ, എല്ലാരും വന്നിട്ട് പോവാ. പിന്നെ ഇവിടത്തെ മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വെക്കേഷൻ സമയത്ത് എവിടെയാതൊന്നും വരല്. ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ ചുറ്റി വെറുതെ ഇങ്ങനെ കളിക്കും. ചിലപ്പോ ഇവിടെ തന്നെ വെറുതെ ഇരിക്കും. ചില സമയത്ത് നമുക്കൊരു മൂഡ് വരുമ്പോ ചുരം കയറാൻ പോകും അല്ലേ. പാൽച്ചുരം കയറി ഓർമ്മയുണ്ട് അന്ന് മഴയത്ത്. ചുരമുണ്ട്. ഇവിടുന്ന് 2 റൂട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് വയനാട് എത്താൻ പറ്റും. തന്നെ സത്യമായിട്ടും. നെടുമ്പോയിൽ ചുരം എന്ന് പറഞ്ഞൊരു ചുരമുണ്ട്. അതാണ് നമ്മൾ അന്ന് പോയപ്പോ കണ്ടൊരു സ്ഥലം. നേരെ കയറി പോവാം. വേറൊരു ചുരം എന്ന് പറയുന്നത് പാൽച്ചുരാണ്. പാൽച്ചുരം നല്ല വളവുള്ള കുറച്ച് ഡേഞ്ചറസ് ചുരമാണ്. പക്ഷെ ഇപ്പൊ നെടുമ്പോയിലും ഇതുപോലെ മാറി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നെടുമ്പോയിലും ഉരുൾപൊട്ടലുണ്ടായിട്ട് വലിയ പാറ കഷ്ണം എന്താ വന്നിട്ട് റോഡ് മേലെ നിൽക്കുന്നുണ്ട്. ഒരു റോഡിന്റെ പകുതി പീസ് തന്നെ ഇല്ല, കംപ്ലീറ്റ് ഇളകിപ്പോയി. ഇപ്പൊ അത് റെഡി ആയെന്ന് തോന്നുന്നല്ലേ. ഇപ്പൊ അതിന്റെ വണ്ടി പോകുന്നുണ്ടോ? നമുക്ക് എന്തായാലും ഇവിടുത്തെ സ്ഥലം ഒന്ന് ചുറ്റി കണ്ടിട്ടും വരാം ഗൈസ്. അപ്പോഴത്തേക്കും എല്ലാരും എത്തത്തുള്ളൂ. ഈ സ്ഥലം കാണുമ്പോൾ നിനക്ക് നിന്റെ വീടും പരിസരവും ഓർമ്മ വരുന്നുണ്ടോ അല്ലേ? ഞാൻ ഇവളോടില്ലേ വരുമ്പം തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടേനും. അതായത് ഇങ്ങോട്ടുള്ള ഏരിയയിൽ വരുമ്പോ ഇല്ലേ, ഇവളെ വീട് പോലെ തന്നെ ഓർമ്മ വരുന്നു. ഇവളത് മൊത്തം ഇതുപോലെ തന്നെ ഒരു കാട് പോലെ തരാ. ഇവിടെ താഴോട്ട് ഇറങ്ങി പോയിട്ടില്ലെങ്കിലേ കംപ്ലീറ്റ് ഇതിപ്പം കാണുന്ന ഈ റബ്ബർ കാടില്ലേ, ഇത് തന്നെ സംഭവം. പക്ഷെ ഒരു ടാർട്ട റോഡ് ഉണ്ട്. ഇവിടെ ഇപ്പൊ മണ്ണിലാണെങ്കിൽ അവിടെ ടാർട്ട റോഡായിരിക്കും. ഇടക്കിട്ടതാണ്. അതിന് മുന്നേ ഇങ്ങനെയായിരുന്നു. ഇവിടെ ഇടണം, കാരണം ഇവിടെ വണ്ടിയെല്ലാം വരുമ്പോഴത്തേക്കും ഭയങ്കര ചെളി ഇതെല്ലാം ആയിട്ട് സ്കിഡായി പോകുന്നു വണ്ടി പെട്ടെന്ന്. നമുക്കെന്നാ കറങ്ങാൻ പോവാ. അവൻ കഴിക്കുന്നേ ഉള്ളു. ഇവിടെ എന്നാ ഭക്ഷണം എന്നാ? അയ്യോ, ഇഡലിയും ചട്നിയും വേണ്ട. രാവിലെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തീറ്റിച്ചാണ്. ഇഡലിക്ക് സാമ്പാർ വേണം. ഇഡലിക്ക് സാമ്പാറിനും ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏത് വലിയ കഷ്ണം മാരിത്താ? ചെറിയ കഷ്ണം മുക്ക്, നല്ലോണം മുക്ക്. അതെങ്ങനെയാണ്? അതൊക്കെ മുക്കിയിട്ട് തിന്നതാ. മതി ചമ്മന്തി അടിപൊളിയാ. പക്ഷേ ഇഡലി ഭയങ്കര സ്ട്രോങ് ആയി പോയി. ശരിക്കും ഇല്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇഡലിയാണ് അടിപൊളി. ഈ പീടിക നല്ല മാവെല്ലാം വാങ്ങിച്ചിട്ടും ചെയ്യുമ്പോ ഇല്ല മര്യാദക്കുള്ള ആ സോഫ്റ്റ്നെസ്സും കിട്ടൂല. ഹാർഡാണോ ചോദിച്ചാൽ ഹാർഡ് ആവൂല, പക്ഷെ ആ സോഫ്റ്റ്നെസ് ഒരിക്കലും കിട്ടൂല. അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ചമ്മന്തിയോ എന്ത് കൂട്ടിയിട്ട് വേണേലും എടുത്ത് ഇവിടുന്ന് പച്ചക്കറി തിന്നാം. വെക്കേഷൻ ടൈമിന് വരാൻ അടിപൊളിയാണ്. അതായത് മഴ സീസണെക്കാട്ടും അടിപൊളി വെക്കേഷൻ. എന്താന്ന് വെച്ചാൽ നല്ല തണുപ്പായിരിക്കും അല്ലേ. ഞാൻ ഒരു 10 ദിവസം ഇവിടെ. ഞാൻ ട്രിവാൻഡ്രത്തും, നിന്റെ അവിടെ.
നമുക്ക് അങ്ങോട്ട് പോവാം. നന്ദു ആണ് നമ്മുടെ ഇന്നത്തെ ടൂർ ഗൈഡ്. നമുക്ക് ഇതിലെ നടക്കാം. ഷോട്ട് പിടിക്കാം. ഏത് ഷോട്ട്? ഷോട്ടുണ്ട് ഇതുവഴി ഷോട്ട്. ഇവരെ മുന്നത്തെ വീട് എവിടെയാണെന്ന് അറിയാം. അതാണ് ഇത് കാണുന്നത് അല്ലേ? അതാണ് ഈ വീട്. എന്താണ്? ഗോസ്റ്റ് ഹൗസ്. ഇവിടെ ചെറിയൊരു പ്രേതബാധന്റെ അല്ല, പണ്ടുണ്ടായത്, ഇപ്പൊ ഒന്നും ഇല്ല. കാണിച്ചു കൊടുക്കാലോ, ആ വീട് കാണാനോ. വാ, പാമ്പുണ്ടാവുക. ഓ, വഴി അത്ര ശരിയില്ല കേട്ടാ. വഴി സീനാണെങ്കിൽ നമുക്ക് അങ്ങനെ പോയിട്ടും കാര്യമില്ല. സത്യം. വീട്ടില് പണ്ടൊരു ചെറിയൊരു ഇതുണ്ടേനു. നീ തള്ളണ്ട. നെഗറ്റീവ് സംഭവം ഉണ്ട്. അതെല്ലാ വീട്ടിലും കാണും. നിന്റെ വീട്ടിൽ നല്ലോണം ഉണ്ടല്ലോ മോനെ. അയ്യോ, ഇവിടെ വീട്ടിലൊരു കാര്യം പറയാനുണ്ട്. അത് ഞാനില്ലേ ഒരു ബ്ലോഗായിട്ട് തന്നെ ഞാൻ എടുക്കാം. അതായിരിക്കും നല്ലത്. ഓ, നീ വെള്ളയും വിട്ട് വന്നിട്ട് ഇപ്പൊ നല്ല രസമായിരിക്കാം. ചളിയിലും തിരട്ടെ. ഗായ്സ്, ഇതിലെ പോവാൻ കുറച്ച് ടാസ്കാ കേട്ടോ. എഴുതിയാലും പോവും. ഇവിടെ പിടിച്ചോ. അല്ലല്ല, കൈ പിടി. ആ, എടാ, അപ്പൊ ഞാനോ? എനക്ക് വരണ്ടേ? നീ ക്യാമറ പിടി. ഇങ്ങനത്തെ ചില സാഹചര്യത്തില് ചെലപ്പോ ഇല്ലേ മതിലിന്റെ കല്ലടക്കം ഇങ്ങോട്ട് തെറിച്ചു വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ചെളിയല്ലേ, കുറച്ച് ചെളിയും മണ്ണും മഴയെല്ലാം കൊള്ളു. ഇവിടെ എപ്പം നോക്കിയല്ലേ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പടെ ബാക്ക് വലിയും. അങ്ങനത്തെ ഒരുത്തിയാണ്. മഴയോട് എന്തോ വിരോധമാണ്. മഴക്ക് നമ്മളോട് അങ്ങനെ തന്നെയാടാ. ഏടെ എന്തൊരു പ്ലാനിട്ട് പോയാലും അന്ന് മഴ പെയ്യും. നമുക്ക് ഇതുവഴി പോവാം. എന്നിട്ട് മറ്റേ അനന്തഭദ്രത്തിലെ പോലത്തെ മറ്റേ ആ കുളം കാണിച്ചു കൊടുക്കാം. പ്രേതക്കുളം. ഇവിടെ ഒരു പ്രേതക്കുളം ഉണ്ട്. സീരിയസ്ലി? ശരിക്കും ഉണ്ട്. ഏട്ടനില്ലേ, ഏട്ടൻ ആ സ്ഥലത്തു നിന്നാണ് വീണത്. ആ, ശരിക്കും. അല്ലല്ല, പോവാ, കുഴപ്പമൊന്നുമില്ല. പണ്ട് നമ്മൾ ഇവിടുന്നില്ലേ ഈ ഒരു തോടെല്ലാം കണ്ടിട്ടില്ല. ഈ ഒരു തോടല്ല, അങ്ങോട്ടുള്ള ഏതോ ഒരു തോടുണ്ട്. അവിടെ ചെന്നിട്ട് ഈ കുപ്പിയില്, ഓർമ്മയുണ്ടാ, കുപ്പിയിൽ അരിപ്പൊടി ഇട്ടിട്ട് കെട്ടിയിട്ട് നമ്മളിടും. കിട്ടിയില്ലേ, 2 എണ്ണത്തിന് കിട്ടിയിട്ടില്ലേ? പരല്. പാമ്പൊന്നും ഉണ്ടാവില്ല. ഇത് നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. ഏത്? അതെല്ലാം പരലാണ്. ടൈഗർ ഫിഷ് എന്ന് പറയും. ഈ പൊട്ടനെ ഓരോന്നും പരലിനെ പിടിച്ചോണ്ടിട്ട് ഞാൻ പണ്ട് ഇതിനെ പോലെ തന്നെ കുപ്പിയിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയിരുന്നു. പക്ഷെ നടന്നിട്ടില്ല. എസ്തെറ്റിക് തന്തു. അപ്പൊ നമുക്ക് അങ്ങോട്ട് നടക്കാം. നമ്മുടെ തലശ്ശേരി ഇങ്ങനത്തെ ഏരിയയിലായതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ സ്ഥലമൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റൂല. ഇടയ്ക്ക് ഇങ്ങോട്ടുള്ള സ്ഥലത്ത് വന്നാലേ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയാ, നേച്ചർ നല്ല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇത് വയനാടല്ല, ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നോർമല് കണ്ടം എന്ന് പറയും. ഇപ്പൊ ദേവുവിന് നമുക്കൊരു സർക്കസ് പ്രകടനം നമുക്ക് കാണാവുന്നതാണ്. ആ, എടാ പിടിച്ചോ, ഇവളങ്ങ് വീഴും. അവിടെ വഴുതല, അവിടെ വഴുക്കലിയാ. നീ മെല്ലെ എഴഞ്ഞങ്ങ് പൊക്കോ. ചെളി ചവിട്ടിയിട്ട് വന്നിട്ട് അവിടെ നിന്ന് കഴിക്കാൻ മതിയെന്ന്. സൂക്ഷിച്ചു പൊക്കോളെ. വെള്ളം മെല്ലെ അവിടെ വഴി. അയ്യോ, പേടിയാവാണ്. അല്ല, ഇനിയിപ്പൊ ഞാൻ വരണ്ടേ? അയ്യേ, ഞാനിപ്പോ എങ്ങനെ വരാനാ? ഒരാളിത് പിടിക്ക്. ഗൈസ്, ഇനി എന്റെ ഊഴാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഒരു കയ്യില് ഫോണും ബാക്കിയുള്ള സ്ഥലത്ത് ഇതുപോലത്തെ ഇത് ആണെങ്കില് ചിലപ്പോ പെട്ടു പോവും. നമുക്കിതൊന്നും പുത്തരിയല്ല ഗൈസ്, നമ്മളിതെല്ലാം ആദ്യം കണ്ടതാണ്. ഇല്ല, അത് ഞാൻ നോക്കി അത്തോ പിത്തോന്നും പറഞ്ഞു വന്നോളൂ, കുഴപ്പമില്ല. അനന്തപത്രത്തിലെ മറ്റേ അതെന്തെന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കാം. വഴിയൊന്നും ഇല്ല, നീ ഒറ്റ വഴിയല്ലേ ഉള്ളത്, അതിലേ അങ്ങ് നടക്കുമെന്നല്ലാണ്ട്. ഇങ്ങനത്തെ വഴിയിലൂട്ട നീ പോയിട്ടുണ്ടാ? ഇപ്പൊ ഏതെങ്കിലും പൊത്തിൽ പോയിട്ട് വീഴും കേട്ടോ, അതാ ഉണ്ടാവുക. നോക്ക് ആ പാലം കടന്നു കഴിഞ്ഞാല് പിന്നെ അധികം സംസാരിക്കാൻ പാടില്ലേ. പിന്നെ നമ്മൾ ആ പ്രേതക്കുളത്തിന്റെ അടുത്തേക്ക് പോകാം. അവിടെ അല്ലല്ല, അത് കടന്നു കഴിഞ്ഞ പാടും നിനക്കങ്ങ് പോവാം. ഇല്ല, അത് സൗണ്ട് ഒന്നും ഇല്ല. തോടൊഴുകുന്ന സൗണ്ടാ. കണ്ട, ഇവിടെ വെള്ളച്ചാട്ടം വരെ ഉണ്ട്. വാട്ടർഫാൾ സ്വന്തമായിട്ട് വാട്ടർഫാളിലുള്ള ടീമാണ് ഇവർ. രണ്ടും എന്ത് കളിക്കുന്ന വയ്യ നിങ്ങൾക്ക് രണ്ടാക്കും. കേസ് രണ്ടും വരുന്നുണ്ട്. ഇതാണ് നമ്മളെ വാട്ടർഫാൾ. ഏട്ടൻ വീണത് ഇവിടുന്നാണ്. അവൻ ഇവിടുന്ന് ഇപ്പുറത്തേക്ക് കടക്കാൻ നോക്കിയത്. ആ പടച്ചടയെന്ന് പറഞ്ഞ് വീട് തോട്ടിലേക്ക്. അന്ന് പക്ഷെ വെള്ളമില്ല, ചളിയേന്.
നല്ല രസമാണ്. ഇനി ഒരു പാലം വരാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ പാലം കടന്നു കഴിഞ്ഞാൽ പാലം കടന്നാൽ പിന്നെ അധികം സംസാരമില്ല. അത് നമ്മൾ സീരിയസ് ആയിട്ട് പറയുന്നത്. വാ നമുക്ക് പോവാം. നമ്മളങ്ങനെ പ്രേതക്കുളത്തിന്റെ അടുത്തെത്താനായേ. ഇതാണ് ആ പാലം. ഇത് കടന്നു കഴിഞ്ഞാൽ നീ ദയവ് ചെയ്ത് അധികം സംസാരിക്കരുത് കേട്ടാ. നന്ദുവിനെ നോക്കണ്ട, ഓനെ ഓൾറെഡി ഇവിടുത്തെ നാട്ടുകാരോട് ഓനെ അറിയാം. അതുകൊണ്ടാണ് ഓനെ കൂട്ടിയിട്ട് വന്നത്. അങ്ങനെയൊന്നും ഇല്ലാന്ന് നിനക്കറിയാന്നാ? ശരി, നീ അനുഭവിച്ച് തന്നെ അറിയാം. ഫസ്റ്റ് ഞാൻ അങ്ങ് കയറിപ്പോട്ടെ. ഓട്ടത്തേക്ക് ഒരു പാലം കടക്കാൻ പോലും അറിയില്ല ഗൈസ്. ഞാൻ തന്നെ വേണം. ഇല്ലില്ല, പിടിച്ചിട്ട് ഇങ്ങനെ വന്നാ മതി. അങ്ങനെ വന്നോ. നീ കണ്ടിട്ടില്ലേ ബാഹുബലി എല്ലാം കൊണ്ടുവന്നത് ദേവസേന? അതുപോലെ നമുക്ക് വരാം. ദേവു സ്ഥലത്താനായേ. ഇനി മിണ്ടരുത് ഗൈസ്. ഇനി നമ്മള് പ്രേതക്കുളം കാണിച്ചു തരാം. നിന്റെ ഇടത് ഭാഗത്ത് കാണുന്നതാണ് ഈ പ്രേതക്കുളം. ഇവിടെ പണ്ട് മറ്റേ ഒരു രാത്രി അങ്ങനെ വഴിപോക്കർ വന്ന സമയത്ത് ഒരു സംഭവം ഇവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മനുഷ്യത്തല പോലത്തെ ഒരു സംഭവം ഇവിടുന്ന് പൊന്തി വന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തേങ്ങയൊന്നും പൊന്തി കിടക്കുന്നില്ല. അത് നിന്റെ ഭദ്രത്തെ കണ്ടിട്ടില്ലേ? തല പോലെ വന്നിട്ട് തേങ്ങയായിട്ട് മാറിയിട്ടുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ആ പ്രേതക്കുളം. ശരി, തോട് അങ്ങനത്തെ തോട് ഒഴുകുന്നതിന്റെ റൂട്ട് വ്യത്യാസമാണ്. തോട് അതുവഴിയാ പോകുന്നത്, കണ്ടല്ലേ? അതുവഴി പോയി കഴിഞ്ഞാൽ അത് പുഴയിലേക്ക് ജോയിൻ ആവും. ആ കണ്ടോ ഗൈസ്, ഇതാണ് ആ പ്രേതക്കുളം. ഇത് നീ വരണ്ട എപ്പോഴാണെന്നറിയോ? ഉച്ചയ്ക്ക് ശേഷം വരണം. അപ്പൊ വരുത്തു പോക്കുണ്ട് ഇവിടെ. അപ്പൊ മൊത്തത്തിലൊരു പോക്കായിരിക്കും. ഇതിന്റെ മേലെ കയറി പോകുന്നതാണെങ്കിൽ നമുക്ക് ഫുള്ള് റബ്ബർ തോട്ടമാണ്. അവിടെ തൽക്കാലം ഇപ്പം പോകുന്നില്ല. ഇനിയിപ്പോ എന്തായാലും വിരുന്നിന് വന്നതല്ലേ, വിരുന്ന് ആഘോഷിക്കാൻ വേണ്ടിട്ട് പോവാം. ഇനി അവന്റെ അച്ഛനും അമ്മയും അമ്മായിമാരും എല്ലാം അവിടെ എത്തിയിട്ടുണ്ടാവും. ഇവിടുന്ന് ദേവുവിന്റെ അപരണ കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരണ. ഇതാ അങ്ങ് ദൂരെ അതാ നിക്കുന്നത്. ദേവോ ഗൈസിന് നമ്മള് വേഗം അവിടെ പോട്ടെ, അവരെല്ലാം എത്തിന്നാ തോന്നുന്നത്. ഇവിടുത്തെ മറ്റേ കാവിലെ ഉത്സവം കഴിഞ്ഞ മാർച്ചിലേനും കഴിഞ്ഞല്ലേ? കഴിഞ്ഞ ഏതോ ഒരു കൊല്ലം, കഴിഞ്ഞ കൊല്ലേ ഞാൻ വന്നത്. കഴിഞ്ഞതിന്റെ മുന്നിലത്തെ കൊല്ലാൻ തോന്നല്ലേ? കഴിഞ്ഞതിന്റെ മുന്നിലത്തെ കൊല്ലം ഗൈസ് ഞാൻ ഇവിടുത്തെ ഒരു കാവിലെ ഉത്സവത്തിന് പോയിനെ. അതായത് അതാണ് നമ്മളെ നാട്ടിലുള്ളതിനെ അപേക്ഷിച്ച് അത്യാവശ്യം കാട്ടിന് നടുക്കുള്ള ഒരു കാവ് അല്ല, നല്ല അടിപൊളി സ്ഥലമായിരുന്നു അത്. അവിടെ പോയിട്ട് നമ്മൾ മെയിൻ തന്നെ കണ്ടത് ഈ കൈതച്ചാമുണ്ടീന്റെ തെയ്യാണ്. ആര്യപ്പറമ്പിലത് അത് അടിപൊളി സ്ഥലമാണല്ലേ. അയ്യോ ഒന്നും പറയണ്ട. ഇനി നാറിയെല്ലാം ഏതെല്ലോ വഴിക്ക് പോയി. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു അവിടെ ഇറങ്ങിയിട്ട് കാണുന്നത് കൈതച്ചാമുണ്ടീൻ്റെത്. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞ പാട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ പുറകിൽ വാളും പിടിച്ചിട്ട് ഞാൻ ഒറ്റ ഓട്ടേതല്ലേ. പക്ഷെ അടിപൊളി. ആ കൊല്ലാന്ന് മറ്റേ ആരെയോ വെട്ടിയതെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അടുത്ത കൊല്ലം ഇവളെയും കൂട്ടിയിട്ട് വരണം, കൈതച്ചാമണീന്റെ കൈ പിടിക്കാന്നും പറഞ്ഞിട്ട്. നമ്മളെല്ലാരും ഒരേപോലെ വെയിറ്റ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ ഗോപിന്റെ എൻട്രിക്ക് വേണ്ടിയിട്ടാണ്. ഗോപിയെല്ലാം ബസ്സെല്ലാം അവിടെ ഇറങ്ങിയിട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഫാമിലി ആയിട്ട് എല്ലാരും നടന്നു വരും. ദൂരത്തുനിന്ന് ഗോപി വരുന്നുണ്ടേ. ഗോപി ഗോപിയേ ഗോപി വാ വാ ഗോപി വാ ഗോപി ഇതുവഴി വാ. ഇവരെല്ലാരും കൂടി ഒരുമിച്ചാണ് വന്നത്. ഇവർ രണ്ടാളും വേറെ ബസ്സിൽ വന്നു, മറ്റവർ വേറെ ബസ്സിൽ വന്നു. ഇവിടുന്ന് എല്ലാരും കൂടി ഒരു ബസ്സിൽ കയറി പോകുന്നു. ഗോപിന്റെ എൻട്രി ചെയ്താൽ നമ്മൾ കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഗായ്സ്. വളരെ ആരവങ്ങളോടെ നമ്മൾ ഇതാ ഗോപിയെ വരവേൽക്കുകയാണ്. എല്ലാരും ഇതാ ഗോപിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഗോപിയാണ് നമ്മൾ ഇന്നത്തെ സ്ഥിരം വേട്ടമൃഗം. ഇങ്ങനെ എന്ത് ഇത് തെച്ചിക്കോട്ട് ഗോപിചന്ദ്രൻ. യേശുദാപ്പന്റെ അച്ഛനും അമ്മയും ഗോപിയും ഉഷമ്മായും എല്ലാരും കയറിയിട്ടുണ്ട്. എല്ലാരും നമുക്ക് ക്ഷണിക്കാം. വെൽക്കം ടു അവർ വിരുന്ന്. ഗോപി വെൽക്കം. ഒരു ഹായ് പറ. നമ്മളിപ്പോ ചായ സൽക്കാരം റെഡി ആയിട്ടുണ്ട്. ചായക്ക് കേക്ക് ഇത് കേക്കല്ല, ഇത് പഴം, പൊട്ടിയപ്പം, പഴംപൊരി. പഴംപൊരി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയല്ലേ? ഉണ്ടാക്കിയ ഹോം മെയ്ഡ് പഴംപൊരി, മിച്ചറ്, പിന്നെ ഉണ്ണിയുടെ ഉണ്ണിയപ്പം. അതാണ്. അപ്പൊ ഫസ്റ്റ് എന്തായാലും നമുക്ക് ഉണ്ണിയപ്പത്തിൽ നിന്ന് തുടങ്ങാം. എനിക്കെപ്പം വന്നാൽ ഈ ചെറിയ ഉണ്ണിയപ്പം ഇവിടെ ഈ ഏരിയയിൽ ഭയങ്കരമായിട്ട് ചെറിയ ഉണ്ണിയപ്പം കിട്ടുന്നേ തോന്നല്ലേ? അല്ലേ? ശരിക്കും അങ്ങനെ തന്നെയല്ലേ അല്ലേ? ഉഷമായിന്റെ അങ്ങ് വന്നപ്പോ ചെറിയ ഉണ്ണിയപ്പോ ഉണ്ണിയപ്പം നല്ല മുതലാണ്. നമ്മള് മൂന്നാളാണ് ഒരുമിച്ചിരിക്കുന്നത്. ഞാൻ, ഗോപി, ദേവു. നമ്മള് മൂന്നാള്. ഗോപി എങ്ങനെയുണ്ട്? ലൈഫെല്ലാം എങ്ങനെ പോകുന്നു നിന്റെ? കോളേജ് ലൈഫിൽ എങ്ങനെ പോകുന്നു? കോളേജ് കഴിഞ്ഞോ? ഇനി എന്താ പരിപാടി? ഒരു പരിപാടിയും ഇല്ലേ? നമ്മളെന്തായാലും ഇതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. എല്ലാം ഫിനിഷ് ചെയ്യില്ല, ആവശ്യമുള്ളത് മാത്രം കഴിച്ചിട്ട് സെറ്റായിട്ട് വരാം. കള്ളും കുപ്പി കടത്തിയിട്ട് പോലീസ് പിടിച്ചിരുന്ന് കിട്ടിങ്ങളോ? എന്താ സംഭവം?
ഏ ഇനി ഇറങ്ങൂലേ? എന്താ സംഭവം എന്താ? ബസ്സൊന്ന് കള്ളും കുപ്പിയും കടത്തിയിട്ട് രണ്ടിനെയും പോലീസ് പിടിച്ച കാഴ്ച ഇവർ രണ്ടെണ്ണത്തിനാണ് പ്രതികള്. അതാണ് ഇവർ ഇത്രയും വൈകിയത്. നമ്മളെല്ലാരും കൂടി ജാഥയായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നതാണ്. അമ്പലക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ അവസാനം ആടുന്ന അടികൊള്ളും. ഉണ്ടാവുക അത് കാണിച്ചെടുത്തല്ലോ. മറ്റേ കള്ളു പിടിക്കുന്നു, കള്ളും കുപ്പി ഇട്ട് പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നും പറയണ്ട. ഇങ്ങനത്തെ സ്ഥലം നീ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോടാ ഇങ്ങനത്തെ സ്ഥലം? നമുക്ക് ആ ക്ഷേത്രത്തിൽ പോകണ്ടിക്കൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ മെയിൻ റോഡ് വഴി പോവാണ്ട് ഇപ്പൊ ഇത് നമ്മളെ ഗൈഡാന്ന് നന്ദു ഇവൻ കാണിച്ചു തരുന്ന ഒരു വഴിയുണ്ട്. ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. മുന്നേ ഞാൻ ഇവിടെ ചെറുപ്പത്തിൽ വന്ന സമയത്തല്ല ഈ റൂട്ട് നമ്മൾ ഒരിക്കൽ വന്നില്ലേ, അന്ന് ഇതുപോലെയൊന്നുമില്ല. ഇവിടെ കംപ്ലീറ്റ് നീളമുള്ള ചെടികളും ഇതെല്ലാം ആയിട്ട് ഭയങ്കര ഒരു റഫ് കാടായിരുന്നു. അതിൻ്റെ ഇടയിലൂടെ വേണം പോകാൻ. ഇപ്പം പോകുന്നതാണെങ്കിലും അങ്ങനെ. ഇപ്പം ക്ഷേത്രം എനിക്ക് തോന്നുന്നത് 12 മണിക്കുള്ളിൽ ക്ലോസ് ആവും. അപ്പൊ അതിന് മുന്നേ നമ്മൾ അവിടെ എത്തണം. ഞാനിന്ന് കുളിക്കാത്തത് കൊണ്ട് ഞാനും അവളും അമ്പലത്തിനകത്ത് കയറുന്നില്ല. പക്ഷെ ബാക്കിയുള്ള അമ്മക്ക് ഇവർക്കെല്ലാം കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ആൾക്കാർ ഉറുമ്പുകളെല്ലാം വരുന്ന പോലെയാണ് നമ്മളെല്ലാരും കൂടി വരുന്നത്. കാണുന്ന കണ്ടില്ലേ? എല്ലാരും നേരെ വരിവരിയായിട്ട് വരുന്നുണ്ട്. കാരണം ഒരാൾക്ക് പോകേണ്ട ഒരു ചെറിയ വഴിയേ ഉള്ളൂ ഇവിടെ. പിന്നെ ചെറിയ ചെറിയ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും വഴുക്കലിയും കാണുന്നുണ്ട്. ഇനി ഇതാ അടുത്തൊരു ഇടവഴി. ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കോ. ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കോ. വന്നോ പോട്ടെ. ഇതെല്ലാം പിടിച്ചിനെ ഇറങ്ങണ്ട. എന്റെ അമ്മേ വേറെ അമ്മേ. ആ അത്രേ ഉള്ളൂ. ഇനി മെല്ലനെ അവിടുന്ന് നോക്കിയിട്ട് ഇറങ്ങിക്കോളെ. ഇവിടെ ഒരുമാതിരി വൈക്കൂട്ടിയാണ് ചെക്കൻ നമ്മളെ കൊണ്ടുവന്നത്. ഒന്നും പറയണ്ട. ശരിക്കും പറഞ്ഞാല് മറ്റേ ശിവമല്ലിക്കാവിൽ ആ പാട്ടില്ലേ, അനന്തപത്രത്തിലൂടെ പോകുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇത് വേറെ എങ്ങനെ വൈബ് സ്ഥലം അല്ല എന്ത്. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മള് ക്ഷേത്ര കുളത്തിലെത്തുക തോന്നുന്നല്ലേ? ഫസ്റ്റ് ക്ഷേത്രത്തിലാ, അതിന് ശേഷമാണ് ക്ഷേത്ര ചെറിയ ഉണ്ടാവുക. ഇവിടുത്തെ അടിപൊളി ക്ഷേത്ര കുളമാണ്. ഞാൻ മുന്നേ വന്ന സമയത്തിൽ ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഓടിപ്പാനും കയറുന്നുണ്ട്. ഞാൻ എന്തായാലും ക്ഷേത്രത്തിന് അടുത്തെത്തിയിട്ട് ബാക്കിയുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്നതാണ് നമ്മളെ തൊടിക്കളം ശിവക്ഷേത്രം. ഇവരാരും കുളിച്ചിട്ടില്ല, അതുകൊണ്ട് ആരും കയറില്ല. കുളിക്കാത്ത ആരും നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ കാണാൻ പറ്റും. പിന്നെ സപ്പോസ് നിങ്ങൾക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കുളമുണ്ട്, അവിടെ പോയിട്ട് കുളിക്കാം. എങ്ങനെയുണ്ട് വന്ന വഴി? എങ്ങനെയുണ്ട്? ഇടയില്ല. നിനക്ക് കുളിച്ചിട്ടുണ്ടെങ്കിലും മര്യാദയ്ക്ക് ഇവിടത്തേക്ക് വന്നുകൂടെയില്ല. കുളിച്ചിട്ടില്ലെങ്കിലും പ്രശ്നം തന്നെ നിനക്ക്. ഇവിടുന്ന് താഴെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഞാൻ പറഞ്ഞ നീല കളറിലെ കുളം കാണുന്നത്. ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ അത്ര നല്ല ഭംഗി തോന്നൂല. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ഇവിടെ വന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി വിഷ്വലായിരിക്കും കാണാൻ പറ്റുക. ദേവുവല്ലി ഇതെല്ലാം കണ്ടിട്ട് അതിശയിച്ച് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് സ്ഥലം? നീല വെള്ളം ഇറങ്ങാൻ തോന്നണ? നീന്തറിയ നിനക്ക്? എന്തായാലും ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതിട്ടെല്ലാം വരട്ടെ. അതുവരേക്കും നമ്മള് ഇവിടെ റെസ്റ്റിംഗ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും വന്നിട്ട് വെറുതെ ചില്ലടിച്ചിരിക്കട്ടെ. നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് നേരെ വീട്ടിലേക്ക് ഒന്നുകൂടി പോവാണ്. ഇനി ഉച്ചക്കത്തെ ഞമ്മുണ്ടല്ലോ, ഞം ഇരുന്ന്, അതാണല്ലോ മെയിന്. അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി കൂട്ടത്തോടെ വീണ്ടും പലായനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അടിപൊളി ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഈ വഴി മറ്റേ അനന്തപത്രം സിനിമയിൽ പോകുന്ന പോലത്തെ അതേ വഴി പോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല അല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ രാത്രി വരുന്ന ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാട്ടെ, പേടിയാവൂല ഇവിടെ. പിന്നെ ചില മൂവീസിലെല്ലാം ഞാൻ കാണുന്നു, ഇടുക്കിയിലെല്ലാം പോയി കഴിഞ്ഞാൽ ചില മൂവീസിലെല്ലാം നമുക്ക് കാണാൻ പറ്റുക. അതുപോലത്തെ സ്പോട്ടെല്ലാം ഇവിടെ ഉള്ളത്. റബ്ബർ കാടിനെ അടുപ്പിച്ചിട്ട് ഒരു ഒറ്റപ്പെട്ടൊരു വീടും. അടിപൊളി വൈബാന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ. നിങ്ങൾക്ക് നേച്ചറെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂരിൽ തന്നെ കണ്ണവം ഏരിയ ആണ്. വേറെയും ചില ഏരിയാസ് ഉണ്ട്, പക്ഷെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ കണ്ണവാണ് കുറച്ചും കൂടി ബെസ്റ്റ്. നിങ്ങൾ തന്നെ ആലോചിച്ച് കേട്ടെ, ബാഹുബലി 2 ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാജമൗലി പോലും പ്രിഫർ ചെയ്തിട്ടുള്ള സ്ഥലമാണ് കണ്ണവം. കാരണം ആ ഫോറസ്റ്റിന്റെ കറക്റ്റ് ഒരു ഡെൻസിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെയൊക്കെല്ലാം സൺഡേസിലുള്ള സമയത്ത് നമ്മളെ നാട്ടിൽ തന്നെയുള്ള പല സ്ഥലങ്ങളും പോയിട്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ചുറ്റിക്കാണ്. എപ്പോഴും നമ്മൾ ഈ വീട് ഓഫീസ് അങ്ങനെ നടക്കാണ്ട് ഇടയ്ക്കല്ല ഇതുപോലത്തെ തൊടികളിലും പുഴകളിലും കുളത്തിലും കായലിലും എല്ലാം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ
ലൈഫ് നല്ല അടിപൊളിയായിട്ട് പോകും. ഇത്തവണ വിരുന്നിന് നമുക്ക് ചോറാണ് അല്ലേ, ചോറും വിഭവങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ട് അപ്പോഴും ഈ നമ്മള് ബിരിയാണി നെയ്ച്ചോറ് ഇത് കഴിക്കുന്നതിന് പകരം ഇപ്രാവശ്യം ചോറാക്കി പകരം മാമന്റെ സ്പെഷ്യൽ ചിക്കൻ കറിയും കൂടിയുണ്ട്. അതായത് ചോറ്, പപ്പടം, കൂട്ടുകറി, അവിയല് മറ്റേ ഇതിട്ടിനാ കൈപ്പൊക്കെ ഇട്ടിനാ കൈപ്പൊക്കെ ഉണ്ട്. കൈപ്പൊക്കെ ഉണ്ട്. ഇവിടെ കൈപ്പൊക്കെ ഇട്ട കൂട്ടൂല. പിന്നെ പച്ചടി, സാമ്പാർ, അച്ചാറ്, ചിക്കൻ കറി. ചിക്കൻ കറി ശങ്കരപാമ്പിന്റെ സ്പെഷ്യൽ ആണ്. ടേസ്റ്റ് നോക്കിട്ട് പറയാം. ശങ്കരമാമ അതിന് സവാള മാത്രം ഇളക്കിയോളൂ. എല്ലാരും വിളമ്പുന്ന തിരക്കിലാണ്. അച്ഛനും മോനും മാറി മാറി വിളമ്പിലാണ്. വിളമ്പിയിട്ട് നമുക്ക് ഫുഡിന്റെ റിവ്യൂ കൊടുക്കാം അല്ലെ. ചോറ് സെറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ എന്തായാലും നമുക്ക് ചിക്കൻ കറീന്റെ ടേസ്റ്റ് നോക്കാം. ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യുമ്പം ഒരു ചിക്കൻ പീസ് എടുക്കുക, കുറച്ച് ചോറിൽ വെക്കുക, എന്നിട്ട് ചാറെടുക്കുക, നല്ല രീതിയിൽ ഇങ്ങനെ കുഴക്കുക. കുഴച്ചതിന് ശേഷം വന്നിട്ട് പോയെന്നാ അടിപൊളി അല്ലേ. ചിക്കൻ കറി എങ്ങനെയുണ്ട്? അടിപൊളി ഗൈസ്, അടിപൊളി ഭക്ഷണമാണ്. ഇനിയിപ്പോ എന്തായാലും സാമ്പാറും ഉപ്പേരിയും അവിയലും കൂട്ടുകറിയും പച്ചടിയും ഈ പുളിയിഞ്ചിയും അച്ചാറും പിന്നെ ഒരു കഷ്ണം പപ്പടവും കൂട്ടിയിട്ട് ഇങ്ങനെ നല്ലോണം കുഴച്ച് 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 എന്നിട്ട് ഇതിന്റെ അത്രയും വലിയ സംഭവം നമുക്ക് ഈ സാധാ ഇതിൽ കിട്ടൂല. ബിരിയാണി ആകുമ്പോ കിട്ടൂല. ചോറ് തന്നെ അല്ല. നല്ല അടിപൊളി ഫുഡാണ് ഗൈസ്. ദൈവമില്ലേ വായില് കുത്തി നിറച്ചിട്ട് പറയാൻ പറ്റുന്നില്ല. ചിക്കൻ കറി എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ശങ്കരവാനോട് പറഞ്ഞോണ്ട് സൂപ്പർ സൂപ്പർ. ഗൈസ് എന്തായാലും ഞാൻ ഈ ശാരികളൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. സദ്യ എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളി സദ്യയായിരുന്നു ഗൈസ്. അതിനുശേഷം കുറച്ച് പായസവും കുടിച്ച് അപ്പോഴത്തേക്കും വയറിതാ നല്ല ഫില്ലായി. എൻ്റെതല്ലെങ്കിൽ ഓൾറെഡി ഫില്ലാണ്. ഇവളത് പിന്നെ അത്യാവശ്യം കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ഇവക്ക് മതിയായിരുന്നു അല്ലേ. പക്ഷെ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. ഇനിയിപ്പോ ഗൈസ് എല്ലാവരോടും സംസാരിച്ച് ചിരിച്ചും കളിച്ചും നമ്മൾ ഇരുന്നിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഗൈസ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.